2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 2 സ്കൂൾ മാനേജർ, PTA പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടത്തി. മധുരപലഹാരങ്ങളും കൊച്ചു സമ്മാനങ്ങളും നൽകി കുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റു. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സ്കൂളിൽ ആസൂത്രണം ചെയ്തു. ക്ലാസ് തലത്തിൽ പരിസ്ഥിതി ദിന ക്വിസ് നടത്തി. പരിസ്ഥിതി സന്ദേശം ഉൾക്കൊണ്ട കുട്ടികൾ വീട്ടിൽ പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചു. കുട്ടികൾ പരിസര നടത്തത്തിലൂടെ പരിസരങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം നടത്തി. വിജയോത്സവം 2025 പരിപാടി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തുടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് ദേശീയ തലത്തിൽ ഗോൾഡൻ ആരോ അവാർഡ് നേടിയ കുട്ടികൾ, സ്കോളർഷിപ്പ് പരീക്ഷയായ LSS വിജയികൾ, സ്കൂൾ തലത്തിൽ വിവിധ മത്സരങ്ങൾ വിജയിച്ച കുട്ടികൾ എന്നിവരെ ആദരിച്ചു. അച്ചടക്കമുള്ള തലമുറയെ വാർത്തെടുക്കാനായി സ്കൗട്ട് JRC യൂണിറ്റുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നു. സംസ്ഥാന അവാർഡായ ചതുർത്ഥാചരൺ, ദേശീയ അവാർഡായ ഗോൾഡൻ ആരോ എന്നീ അവാർഡുകൾ നമ്മുടെ സ്കൂളിനെ തേടിയെത്തി. അവധിക്കാലത്ത് തന്നെ ഈ അധ്യയന വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മികച്ച ഒരു അക്കാദമി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു PS വയലിൽ മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്ലാസ് ലൈബ്രറികൾ സജ്ജീകരിക്കുകയും ഇഷ്ടാനുസരണം പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത വായനയ്ക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസ് തലങ്ങളിൽ ക്വിസ് മത്സരം, വായനാ മത്സരം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം എഴുത്തുകാരൻ സിബിൻ ഹരിദാസ് നിർവഹിക്കുകയും സ്വന്തം കൃതികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന നൽകുകയും ചെയ്തു. വായനാ വാരത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. യോഗ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളെ ലഹരിക്കെതിരായി ബോധവൽക്കരിച്ചു. ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് സ്കൂളിൽ പൂന്തോട്ടം, പച്ചക്കറിത്തോട്ടം, അടുക്കളത്തോട്ടം എന്നിവ സ്കൂളിൽ സജ്ജമാക്കി. സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും, അധ്യാപകരും, വിദ്യാഭ്യാസ ഓഫീസറും നമ്മുടെ കൃഷി രീതികളെയും പൂന്തോട്ടത്തെയും അഭിനന്ദിച്ചു. കുടിവെള്ള വിതരണത്തിനായി മാനേജർ വാട്ടർ ഫിൽട്ടർ സംഭാവന നൽകുകയും ചെയ്തു. ശ്രീമതി ബിന്ദു PS വയലിൽ നിർവഹിക്കുകയും ചെയ്തു. പാർലമെന്റ് ജനാധിപത്യം ചെറുപ്പം മുതൽ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൂടെ ലീഡർമാരെ കണ്ടെത്തി. ഓരോ ദിനാചരണങ്ങളും വൈവിധ്യമായ പരിപാടികളോട് ആഘോഷിക്കുന്നു. പത്രവായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി MD മുഹമ്മദ് യാസറിന്റെ സഹകരണത്തോടെ മാധ്യമം പത്രം വിദ്യാലയത്തിന് ലഭിച്ചു വരുന്നു. കുട്ടികളിലെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സ്കൂളിലേക്ക് സ്പോർട്സ് കിറ്റ് ലഭിച്ചു. കിറ്റുകൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് പരിശീലനവും നൽകി വരുന്നു. കുട്ടികളിലെ കലാകായിക ശേഷികൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ മത്സരങ്ങൾ നടത്തുകയും മികച്ച കുട്ടികളെ കണ്ടെത്തി സബ് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. 40-ൽ പരം സ്കൂളുകൾ പങ്കെടുത്ത സബ് ജില്ലാ അറബിക് കലാമേളയിൽ ഓവറോൾ 1-ാം സ്ഥാനവും, കായികമേളയിൽ LP മിനി ഓവറോൾ 1-ാം സ്ഥാനവും, LP ഓവറോൾ 3-ാം സ്ഥാനവും നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി. ഉപജില്ലാതലത്തിൽ വ്യക്തിഗത ചാമ്പ്യനും LP മിനി വിഭാഗത്തിലെ സബ് ജില്ലയിലെ വേഗതയേറിയ ഓട്ടക്കാരനായും 1-ാം തരത്തിലെ അയാൻ MTയെ തെരഞ്ഞെടുക്കുകയുണ്ടായി. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ കളക്ഷൻ വിഭാഗത്തിൽ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കിയ വാഴ വിഭവങ്ങൾ എന്ന മത്സര ഇനത്തിൽ 3-ാം സ്ഥാനം കരസ്ഥമാക്കുകയും ജഡ്ജസിന്റെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റാനും നമ്മുടെ സ്കൂളിന് സാധിച്ചു. JRC യൂണിറ്റിലേക്ക് പുതുതായി ചേർന്ന കേഡറ്റുകളെ HM സ്കാർഫ് അണിഞ്ഞ് സ്വാഗതം ചെയ്തു. സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് പ്രത്യേകം പരിശീലനം നൽകിയും ആവശ്യമുള്ള കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുകയും ചെയ്തു പോരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ പിരിച്ചെടുത്ത 36,670 രൂപ ചുങ്കം പാലിയേറ്റീവിന് കൈമാറി. കുട്ടികൾക്ക് വിവിധ ആഘോഷങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി ഓണം, പെരുന്നാൾ, ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷങ്ങൾ വിവിധ പരിപാടികളോട് സംഘടിപ്പിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് മൈലാഞ്ചിയിടൽ, ഒപ്പന, മാപ്പിളപ്പാട്ട്, പെരുന്നാൾ ആശംസകൾ കൈമാറൽ എന്നിവ നടത്തി. ഓണത്തിന് ഓണസദ്യ, മെഗാപൂക്കളം, ഓണക്കളികൾ, വടംവലി മത്സരം തുടങ്ങിയവ വിവിധ പരിപാടികളോട് ആഘോഷിച്ചു. ക്രിസ്തുമസിന് ആശംസാ കാർഡ് നിർമ്മാണം, കേക്ക് വിതരണം എന്നിവ നടത്തി. ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ പ്രകാശനം ചെയ്തു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് പോഷക സമൃദ്ധവും വിഭവ സമൃദ്ധവുമായ ഭക്ഷണം നൽകി വരുന്നു. കുട്ടികളിൽ ആവേശമുണർത്തി ഈ വർഷവും പഠനയാത്ര നടത്തി. കോടമഞ്ഞു പുതച്ച കക്കാടംപൊയിലേക്കും KG കുട്ടികൾ മമ്പാടുള്ള റിവർലാൻഡിലേക്കുമാണ് പഠനയാത്ര പോയത്. ജീവിതത്തിൽ എന്നെന്നും ഓർത്തെടുക്കാനുള്ള നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നത്. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സബ് ജില്ലയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.